ഹായ് ഞങ്ങൾ ആസ് യൂഷ്വൽ എല്ലാ ആഴ്ചയും ഈ ആഴ്ചയും തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ആഴ്ചയും പോവും. ഞങ്ങൾ എന്തായാലും ഇത്തവണ പട്ടി എന്തൊക്കെ പോയ പോലെ ഒന്നും അല്ല ഒരിക്കലും തിരിച്ചു വന്നിട്ടുള്ളത്. എപ്പോഴും കൈ നിറയെ സാധനങ്ങളായിട്ടാണ് തിരിച്ചു വരുന്നത്. ബാങ്ക് ബാലൻസ് സീറോ ആയിരിക്കും. സേവിങ്സിന് പോലും ഒന്നും ഉണ്ടാവില്ല. ഒരു കഴിവാണത്. നിങ്ങൾക്ക് ഇതേപോലത്തെ കഴിവുണ്ടോ? കമന്റ് ബിലോ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ കസർ മോളിലാണ്. ആക്ച്വലി കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്നത്, പക്ഷെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഇത്തവണയും ഇവിടെ വരാമെന്ന് വിചാരിക്കായിരുന്നു. നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങളിവിടെ വന്നിട്ട് 6.5 മണിക്കൂർ ഷോപ്പ് ചെയ്തിട്ടും ഈ ഒരു മോളിൻ്റെ 2 ഫ്ലോറിൻ്റെ പകുതി വരെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇനി മൊത്തം എനിക്കൊന്നും 4-5 നിലയുണ്ടെന്ന് തോന്നുന്നു. അതും നമ്മളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എത്തിയിട്ടുണ്ട്. സോ കവർ ചെയ്യാൻ പറ്റും തോന്നുന്നു. നോക്കാം കാണിച്ചു തരാം. അതെ, നേരെ ഡൈനിങ്ങിലോട്ടാണ് പോകുന്നത്. എന്ത് കുടിക്കാനാണ് പോകുന്നത്? കോഫി മോക്ക, ഹേസൽനട്ട് മോക്ക. ഡങ്കിനിൽ കോഫി കുടിക്കാൻ പോയപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈൽ ഡ്രസ്സുകളും നമ്മുടെ നാട്ടിൽ വരാത്ത കാണാത്ത തരത്തിലുള്ള ബ്രാൻഡ്സും നല്ല ക്വാളിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ പുറത്ത് നടക്കാൻ പറ്റില്ല. അതെ, അബായയുടെ ഉള്ളിൽ വേണമെങ്കിൽ ഇടാം. ഞങ്ങൾ കത്തി അടിച്ച് നിന്ന സമയം കൊണ്ട് 10 മിനിറ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹേസൽനട്ട് മോക്ക കോഫിയും വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു. ആദ്യം തന്നെ നമ്മളുടെ മിനിസോ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ പുറത്തിറങ്ങിയിട്ട് കുറേ ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി ഡ്രസ്സുകൾ ഞങ്ങൾ പറഞ്ഞ പോലെ ഉണ്ട്, പക്ഷേ ഇവിടെ ആരും പുറത്തതൊന്നും ഇടുന്നത് കണ്ടിട്ടുമില്ല. ഇതൊന്നും ഇടാൻ പറ്റില്ലെങ്കിൽ ഇത്ര ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇവിടെ കാണില്ലല്ലോ അല്ലേ. എന്തായാലും ഇടുന്നവരുണ്ടാവും. ഒരു 5 മണി 6 മണിയൊക്കെ ആവാറായപ്പോഴേക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചു, വീണ്ടും ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു മാല ഇങ്ങനെ കണ്ടിഷ്ടമായിരുന്നു. പിന്നെ അതിലും നല്ലത് വേറെ കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഈ മാല മറക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് വീണ്ടും ആ ഷോപ്പിൽ പോയി തപ്പി കണ്ടുപിടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വിക്ടോറിയ സീക്രട്ടിലൊന്ന് കയറി കേട്ടോ. ഒരു പെർട്ടിക്കുലർ സ്മെല്ലല്ല ബോഡി ലോഷൻ നമ്മൾ തപ്പുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. സോ അതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് സെഫോറയിലായിരുന്നു. സെഫോറയിൽ പോയിട്ട് നമ്മൾ കുറച്ച് ലിപ് ഷെയ്ഡ്സ് നോക്കി. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും വാവ് ഫാക്ടറായിട്ട് തോന്നുന്ന ഒരു ലിപ് ഷെയ്ഡും അവിടെ നിന്ന് കിട്ടിയില്ല. സോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഇത്തവണ 8 മണിക്കൂർ ഷോപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്തായാലും നല്ലൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു. ഒരുപാട് ഷോപ്പ് ചെയ്തതൊക്കെ നാട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.